ആർക്കു വേണ്ടിയാണ് നമ്മുടെ ജീവിതം ഹോമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെലവഴിക്കുന്നത്? ഉമ്മമാരെ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഉപ്പമാരെ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മക്കളെ സ്നേഹിക്കുന്നുണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, കുടുംബങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഉസ്താദുമാരെ സ്നേഹിക്കുന്നുണ്ട്. അവരെയൊക്കെ സ്നേഹിക്കുമ്പോ അതിന് ചില കാരണങ്ങളുണ്ട്. ഉമ്മമാരെ സ്നേഹിക്കുന്നത് വലഖദ് വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക്. 10 മാസം ഗർഭം ചുമന്ന ഉമ്മ, 2 വർഷക്കാലം മുലപ്പാല് തന്ന ഉമ്മ, 10-15 വയസ്സുവരെ പോറ്റി വളർത്തിയ ഉമ്മ, വസ്ത്രം വാങ്ങിച്ചു തന്ന ഉമ്മ, നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ഉറങ്ങാതെ രാത്രി ചെലവഴിക്കുന്ന മാതാവ്, നമ്മൾക്ക് ഉറക്കമില്ലെങ്കിൽ ഉമ്മയ്ക്കും ഉറക്കമില്ലല്ലോ, നമ്മൾ വിശന്നാൽ ഉമ്മയും പട്ടിണി കിടക്കുന്ന, നമ്മൾക്ക് രോഗമുണ്ടായാൽ സ്വയമേ രോഗിയാകുന്ന മാതാവ്, ആ മാതാവിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മൾക്ക് ഒരുപാട് ഉപകാരം ഇങ്ങോട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഉപ്പമാരെ സ്നേഹിക്കുന്നു എന്തിന്? ഉപ്പമാര് നമ്മൾക്ക് നൽകുന്ന സഹായങ്ങൾ പറഞ്ഞാലും തീരാത്ത നമ്മുടെ പരിധികൾക്കപ്പുറത്താണ് ഉപ്പമാരുടെ സ്നേഹവും സഹായവും. അതുകൊണ്ട് ഉപ്പമാരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഉസ്താദുമാരെ സ്നേഹിക്കുന്നു, അവരാണ് നമ്മൾക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്നത്. മക്കളെ സ്നേഹിക്കുന്നു, അവരാണ് നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷകൾ, നമ്മുടെ മക്കളാണ്. ഭാര്യമാരെ സ്നേഹിക്കുന്നു, അവരാണ് നമ്മുടെ താങ്ങും തണലുമായി നമ്മുടെ കൂടെ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരൊക്കെയോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു ഉപകാരമില്ലാതെ, ഒരു കാരണവുമില്ലാതെ നമ്മുടെ ന്യൂജൻ ചെറുപ്പക്കാർ ചില ആളുകളെ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി സംവാദം നടത്തുന്നുണ്ട്, അവർക്ക് വേണ്ടി തർക്കങ്ങൾ നടത്തുന്നുണ്ട്. വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്നോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. എന്റെ അടിമ്പായി ജാറം മക്കാം ഉറൂസിനോടനുബന്ധിച്ച് ചടേക്കാലിലുള്ള ഈ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടാകും, ചില വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകും. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ സമയം ചെലവഴിക്കുന്ന ചില സെലിബ്രിറ്റികൾ, കളിക്കാരാവട്ടെ, സിനിമാ നടന്മാരാവട്ടെ, ചർച്ചയാണല്ലോ സോഷ്യൽ മീഡിയകളിൽ, ക്ലബ്ബുകളിൽ, വീടുകളിൽ, ക്യാമ്പസുകളിൽ, പള്ളിയിൽ പോയാൽ പള്ളിയുടെ വരാന്തകളിലും ചർച്ചകളാണ്. കളിക്കാരെ കുറിച്ച്, കളികളെ കുറിച്ച്, സിനിമക്കാരെ കുറിച്ച്, സിനിമയെക്കുറിച്ച്, സെലിബ്രിറ്റികളെ കുറിച്ച് ചർച്ച. അവർക്ക് വേണ്ടിയിട്ടുള്ള സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, അവർക്ക് വേണ്ടി ലക്ഷോപലക്ഷങ്ങൾ ചെലവഴിക്കുന്ന കാലം, അവർക്ക് വേണ്ടി പന്തയം വെച്ച് തന്റെ 10 സെന്റ് സ്ഥലം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എന്തിനാണ്, എന്ത് കാരണത്താലാണ് സ്നേഹിക്കുന്നത്? ഉമ്മമാരെ സ്നേഹിക്കുന്നതിനും, ഉപ്പമാരെ സ്നേഹിക്കുന്നതിനും, ഭാര്യമാരെ സ്നേഹിക്കുന്നതിനും, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നതിനും, മക്കളെ സ്നേഹിക്കുന്നതിനും വ്യക്തമായ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ആലോചിക്ക്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എന്റെ ഉപ്പയെക്കാളും എന്റെ ഉമ്മയെക്കാളും ഞാൻ അങ്ങയെയാണ് നബിയെ ഏറ്റവും നല്ല ആളായി കാണുന്നത്. എന്റെ ഉമ്മയല്ല എനിക്ക് വലുത്, എന്റെ ഉപ്പയല്ല എനിക്ക് വലുത്, എന്റെ ഭാര്യയല്ല, എന്റെ മക്കളല്ല എനിക്ക് വലുത്. ഖുലിൻ കാന ആബാഅകും വഅബ്നാഉകും വഅസ്വാജുകും وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കൂ, നബിയെ താങ്കൾ ചോദിക്കണം. ഇൻ കാന ആബാഉകും, നിങ്ങളുടെ ഉപ്പമാരെയാണോ, നിങ്ങളുടെ ഉമ്മമാരെയാണോ, നിങ്ങളുടെ മക്കളെയാണോ, ചങ്ങാതിമാരെയാണോ, സമ്പത്തിനെയാണോ,
ബിസിനസിനെയാണോ? നിങ്ങളുടെ അമ്പരച്ചുംബിയായ വീടുകളെയാണോ? ആരോടാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെക്കാളും അവന്റെ ഹബീബിനെക്കാളും സ്നേഹമുള്ളത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അവിടെ സിനിമാ നടന്മാരുടെ പേര് പറയുന്നില്ല, കളിക്കാരുടെ പേര് പറയുന്നില്ല. കാരണം അവര് സ്നേഹിക്കപ്പെടേണ്ടവരല്ല. മനസ്സിലായില്ല? അല്ലാഹു ചോദിക്കുന്നത് ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും. ഉപ്പമാരോടാണോ? ഉപ്പമാരെ സ്നേഹിക്കേണ്ടതുണ്ട്. മക്കളോടാണോ? മക്കളെയും സ്നേഹിക്കേണ്ടതുണ്ട്. കുടുംബക്കാരെയാണോ? കുടുംബക്കാരെയും സ്നേഹിക്കേണ്ടതുണ്ട്. ഭാര്യമാരെയാണോ? അവരെയും സ്നേഹിക്കേണ്ടതുണ്ട്. സമ്പത്തിനെയാണോ? സമ്പത്തിനെയും സ്നേഹിച്ചേക്കാം. നിങ്ങളുടെ വീടിനോടാണോ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനെക്കാളും അള്ളാഹുവിനെക്കാളും ഇഷ്ടമുള്ളത് എങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അല്ലാഹുവിന്റെ ഒരു കൽപ്പന, അല്ലാഹുവിന്റെ ഭയാനകമായ ഭവിഷ്യത്ത് നിങ്ങളിലേക്ക് വരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നോ? അല്ലാഹു വെറുതെ വിടൂല. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ചമ്മാടികളായ ആളുകളെ അല്ലാഹു ഹിദായത്ത് നൽകുകയേ ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിനേക്കാൾ പ്രാധാന്യം ഉപ്പയ്ക്ക് നൽകുന്നവൻ തമ്മാടിയാണ്, ഉമ്മയ്ക്ക് നൽകുന്നവൻ തമ്മാടിയാണ്, മക്കൾക്ക് നൽകുന്നവൻ ഫാസിഖാൻ, സമ്പത്തിന് നൽകുന്നവൻ തമ്മാടിയാണ്. ഖുർആനിന്റെ വാക്യമാണിത്. അവര് നന്നാവൂല. ഇനി നിങ്ങൾ ആലോചിക്കുക, കളിക്കാർക്ക് നൽകുന്നവരോ സിനിമക്കാർക്ക് നൽകുന്നവരോ? ഒരു കളി നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച. ഞാൻ എന്നും ഒരു ഗ്രൂപ്പ് കാണാറുണ്ട്. ഏത് ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുന്നില്ല. രാവിലെ എണീറ്റ ഫേസ്ബുക്ക് തുറന്നാൽ ഒരു ഗ്രൂപ്പ് കാണും. ഇന്ന് രാത്രി നടക്കുന്ന IPL, അതിൽ ആരാണ് കൂടുതൽ സ്കോർ ചെയ്യുക, എന്നാൽ ഇന്ന വ്യക്തി എത്ര സ്കോർ ചെയ്യും, അത് കൃത്യമായി ഉത്തരം പറഞ്ഞ ആൾക്ക് ഒരാൾ സ്പോൺസർ. എന്നാ അയാളെ വിളിച്ചിട്ട് നമ്മുടെ മക്കാമ് കെട്ടാണ്, 1 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കോ? ഓടിയ ഓട്ടം പുല്ലുപോലും മുളക്കൂല. അവിടെ വരെ കാണൂല. കളിക്ക് വേണ്ടി എത്ര സ്പോൺസർ ചെയ്യാൻ. ഇനി ഒരു ഫ്ലക്സ് വെക്കണോ? IPL ടീമിന്റെ പേരിൽ ഫ്ലക്സ് വെക്കാൻ ഞാൻ തന്നെ പിടിച്ചു 2000 രൂപ. ആലോചിക്കാൻ വേണ്ടി പറയാൻ. എനിക്ക് ഇന്ന് ഒരാൾ പറഞ്ഞു, കളിയുടെ ഒരു പന്തയം വെച്ചിട്ട് 10 സെന്റോ 30 സെന്റോ നഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ പതിയടക്ക മേഖലയിലുണ്ട്. അവരോടാണ് ഈ ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും അല്ലാഹുവിനെക്കാളും ഉമ്മമാരെയും ഉപ്പമാരെയും മക്കളെയും കുടുംബക്കാരെയും സമ്പത്തിനെയും വീടിനോടും സ്നേഹമുണ്ടായാൽ അവര് പോലും ചമ്മാടികളുടെ ലിസ്റ്റിലാണ് അള്ളാഹു കണ്ടതെങ്കിൽ നമ്മൾക്ക് യാതൊരു ഉപകാരം ചെയ്യാത്ത, നമ്മെ ഓർക്കുക പോലും ചെയ്യാത്ത, ജീവിതത്തിൽ ഇന്നവരെ സമുദായത്തിനൊരു നേട്ടം പോലും നൽകാത്ത ഈ സിനിമക്കാരും കളിക്കാരും അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് ചെറുപ്പക്കാരാ പറയാൻ പോവുക? എന്ത് സമാധാനമാണ്? ഫേസ്ബുക്കിൽ നടന്ന സംവാദങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടന്ന സംവാദങ്ങൾ, ക്ലബ്ബുകളിൽ നടന്ന സംവാദങ്ങൾ, നമ്മുടെ പീഡികത്തിണ്ണയിലിരുന്നിട്ട് നടത്തിയ സംവാദങ്ങൾ, അതിന് അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് നമ്മൾ പറയാൻ പോവുക? നിന്റെ വയസ്സിനെ കുറിച്ചും നിന്റെ യുവത്വത്തെ കുറിച്ചും അള്ളാഹു ചോദിക്കാതെ നിന്റെ കാൽപാദങ്ങളെ അനക്കാൻ പറ്റൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ചിന്തിക്കണം. ഇനി ആലോചിക്ക്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ആമുഖമായിട്ട് ഞാൻ ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ആർക്കു വേണ്ടിയാണ് നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിക്കേണ്ടത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് ഞാനൊരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ സവിശേഷത എന്ത്? ആ പ്രവാചകന്റെ സവിശേഷത എന്ത്? ആ പ്രവാചകന്റെ പ്രത്യേകത എന്ത്? അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ ആ ഹബീബിന് അത് വേദനയാണ്, അത് പ്രയാസമാണ്, സഹിക്കാൻ പറ്റൂല. നമ്മൾക്ക് വേദന ഉണ്ടാകുമ്പോ നബി തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് പ്രത്യേകമായി താല്പര്യം കാണിക്കുന്ന ആളാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും മയത്തിന്റെയും വല്ലാത്ത സ്വൽസ്വഭാവത്തിന്റെയും ഉടമയായ ആ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നിങ്ങളെ ഓർത്ത് മരിച്ച് നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സുജൂദ് ചെയ്ത് നമ്മളിൽപ്പെട്ട ആരെങ്കിലും നരകത്തിൽ കിടക്കുമ്പോ അല്ലാഹുവിനോട് സംവാദം നടത്തി അവസാനത്തെ ആളെയും നരകത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മഹാനുഭാവൻ. അവർക്ക് വേണ്ടിയല്ലേ നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിക്കേണ്ടത്. അല്ലാതെ നമ്മെ ഓർക്കാതെ ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾക്ക് ഒരു ഉപകാരം ചെയ്യാതെ നമ്മളെ കണ്ടാൽ പോലും തിരിച്ചു നോക്കാത്ത ഒരു സഹായം പോലും ചെയ്യാത്ത ഈ സെലിബ്രിറ്റികൾക്ക് വേണ്ടിയാണോ നമ്മുടെ ജീവിതം ഹോമിക്കപ്പെടേണ്ടത്? ആലോചിക്കണം നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീവി അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കാണുന്നുണ്ട്. ത്വീബ നഫ്സിൻ, നല്ല സുസ്മേരവദനായി കാണുന്നുണ്ട്, നല്ല പുഞ്ചിരി തൂകുന്ന സന്തോഷമുള്ള മുഖം കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, മുത്തുനബിയേ, ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത്, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ, അല്ലാഹുവേ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുവേ ആയിഷക്ക് നീ മാപ്പ് നൽകണമേ അല്ലാഹ്, അല്ലാഹുവേ ആയിഷയുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ്. മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ, ആയിഷ ബീവി ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വമാ തഅഖർ, ആയിഷ ബീവി ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങളും നീ പുറത്തു കൊടുക്കണമേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോ ആയിഷ ബീവിക്ക് സന്തോഷം കൊണ്ട് ആയിഷ ബീവി തുള്ളിച്ചാടുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ച് ഹബീബിന്റെ മടിത്തട്ടിലേക്ക് വീഴുകയാണ്. ആ ഒരു ചിരി കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ആയിഷ അയസുറുകി ദുആഇ, എന്റെ ഈ പ്രാർത്ഥന ആയിഷ നിനക്ക് സന്തോഷം നൽകിയിട്ടുണ്ടോ? ഞാൻ ഈ പ്രാർത്ഥിച്ചപ്പോ, ഞാൻ ഈ ദുആ ചെയ്തപ്പോ ആയിഷ നിനക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? അപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞത്, യാ റസൂലല്ലാഹ് വമാ ലീ ലാ യസുറുനി ദുആഉ, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്താൽ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്റെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ ഞാൻ എങ്ങനെയാണ് നബിയെ സന്തോഷിക്കാതിരിക്കുക എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി ചോദിച്ചപ്പോഴാണ് അവിടെ ഒരു യാഥാർത്ഥ്യം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, എന്റെ ചെറുപ്പക്കാരാ, എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഹബീബ് ആയിഷയോട് പറയുന്ന മറുപടിയുണ്ട്. മനസ്സിൽ അല്പം പോലും കാരുണ്യത്തിന്റെ കടാക്ഷത്തിന്റെ ഒരു അല്പമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ ഒരണുമണി തൂക്കം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ കുത്തിവെക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയോട് പറയുന്ന മറുപടി. എന്നാൽ ആയിഷ, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഇന്നഹാ ലദഅവതി, ഈ ദുആയാണ്, ഈ പ്രാർത്ഥനയാണ് ഞാൻ എന്നും ദുആ ചെയ്യുന്നത്, ലി ഉമ്മത്തി, എന്റെ സമുദായത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ എല്ലാ നിസ്കാരത്തിലും ഈ ദുആ ചെയ്യാറുണ്ട്. ഞാൻ ഇശാ നിസ്കരിച്ചാൽ, മഗ്രിബ് നിസ്കരിച്ചാൽ, സുബ്ഹി നിസ്കരിച്ചാൽ, ളുഹർ നിസ്കരിച്ചാൽ, അസ്ർ നിസ്കരിച്ചാൽ, എല്ലാ നിസ്കാരത്തിലും എന്റെ സമുദായത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തിന് വേണ്ടി ഈ ദുആ ചെയ്യാറുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. സലാത്തിന്റെ സൗണ്ട് പോരാ, എനിക്ക് സൗണ്ട് തൃപ്തിയാവാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. സലാത്ത് ഉറക്കെ ചെല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയോട് പറയാണ്, ആയിഷ, നിനക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ദുആ ചെയ്തു, പക്ഷേ ഈ ദുആയല്ല, ഈ പ്രാർത്ഥന ഞാൻ എല്ലാ നിസ്കാരത്തിലും എന്റെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്.
അടിമ്പായി എന്ന് പറയുന്ന ഈ ചടേക്കാൽ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഓരോ ഉമ്മത്തിനും ഓരോ മുസ്ലിമിനും വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവേ പുറത്തു കൊടുക്കണമെന്ന്. ഇനി ആലോചിക്ക്, ആർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത്? ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ ഈ രാത്രി അർദ്ധരാത്രിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ ഈ ഹബീബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ചെറുപ്പക്കാരാ? ലിക്കാർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് സമയം വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടല്ലോ. ഈ ഹബീബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹബീബിനെ ഒന്ന് ഓർത്തിട്ടുണ്ടോ? ഈ തങ്ങളെ ഒന്ന് നമ്മൾ ഓർത്തിട്ടുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ സമയം വരെ ഓർത്തിട്ടുണ്ടോ? ഇനി കേൾക്കണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് നബി തങ്ങൾ ഒരു ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുന്നത്. ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഖബറിന്റെ അടുത്ത് നിന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ദുആ ചെയ്യുന്നുണ്ട്. വദിത്തു, ഞാൻ കൊതിച്ചു പോവുകയാണ്, ഞാൻ എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖബറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് ഒരു സ്വഹാബി ആ വഴിയിലൂടെ കടന്നു വരുന്നത്. ഇഷ്തഖ്തു ലി ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പൂതിയുണ്ട്, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ സഹോദരങ്ങളെ കാണണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഇഷ്തഖ്തു ലി ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോഴാണ് സ്വഹാബി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ, ഞങ്ങളെ കാണുന്നുണ്ടല്ലോ, പിന്നെ ആരെക്കുറിച്ചാണ് എനിക്കെന്റെ സഹോദരങ്ങളെ കാണാൻ പൂതിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാണ്, നിങ്ങൾ എന്റെ ഫോളോവേഴ്സ് ആണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല. പിന്നെ ആരെക്കുറിച്ചാണ് നബിയേ നിങ്ങൾ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബയോട് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ എന്റെ സഹോദരങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചത് ഇനി വരാനിരിക്കുന്ന എന്റെ മരണശേഷം വരാനിരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. എന്റെ ശേഷം വരാനിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആരാ? നമ്മളെ കുറിച്ച്. എനിക്ക് എന്റെ വഫാത്തിന്റെ ശേഷം വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തിനെ, എന്റെ സമുദായത്തെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അവരെ ഓർത്തിട്ട് ഞാൻ കരയാം. നമ്മളെ ഓർത്തിട്ട് ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയിട്ടുണ്ട്. എനിക്കവരെ കാണണം. കാണാൻ പറ്റാത്തതിലുള്ള വിഷമമാണ് ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ഖബർസ്ഥാനിലേക്ക് ഏകാന്തനായി ചെന്ന് നമ്മെ ഓർത്ത് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞത്. നമ്മൾക്കൊരു സമയമെങ്കിലും ആ ഹബീബിനെ ഓർത്ത് കരയാൻ സമയം കിട്ടിയിട്ടുണ്ടോ? ആ ഹബീബിനെ ഒന്ന് ഓർക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയുന്നുണ്ട്, എല്ലാ ആളുകൾക്കും, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ദുആ ചെയ്യാൻ ഒരു സമ്മതം കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഒരു ദുആ അല്ലാഹു നൽകുന്നുണ്ട്. ആ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. ആ ദുആയിന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു ദുആ എല്ലാ നബിമാർക്കും കൊടുത്തിട്ടുണ്ട്. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും അല്ലാഹു ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന നൽകുന്നുണ്ട്, ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന. പക്ഷേ എല്ലാ അമ്പിയാക്കളും അവരവരുടെ ആ കാലഘട്ടത്തിൽ തന്നെ ദുആ ചെയ്ത ആ പ്രാർത്ഥന തീർത്തപ്പോ, ഞാൻ എന്റെ ദുആഇന വ ഉരീദു അൻ അഖ്തബിഅ ദഅവതി, എന്റെ പ്രാർത്ഥനയെ
ഞാൻ മഹ്ശറയിലേക്ക് വേണ്ടി എടുത്തു വെക്കുകയാണ്. ഞാനിവിടെ ദുആ ചെയ്യുന്നില്ല. ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മുമ്പിൽ വന്നിട്ട് കയറിയിരിക്കണം. സമയമായി, കുറച്ച് സമയമുള്ളൂ. ഒന്നെല്ലാവരും മുമ്പിൽ ഇരുന്നോളൂ. എനിക്കൊന്ന് ക്ലാരിറ്റി കൊടുക്കുക ശബ്ദത്തിന്. ഇത് മോണിറ്റർ അല്ലല്ലോ, പുറത്തു വെക്കുന്ന ബോക്സ് അല്ലേ. ഇത് മോണിറ്റർ അല്ലല്ലോ, പുറത്തു വെക്കുന്ന ബോക്സ് അല്ലേ. ഇതൊന്നല്ലേ ഉള്ളൂ, ഇതിൽ 4 എണ്ണം വെക്കണം. നിങ്ങൾ പറയും ഇന്നലെ എന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. എനിക്ക് പെരുന്നാൾ വരെ ദിവസവും പരിപാടിയാണ്. പെരുന്നാൾ വരെ റമദാനിൽ 3 പരിപാടിയൊക്കെയാണ്. ഒരു സ്ഥലത്തൊരു മൈക്ക് പറ്റിച്ച പിന്നെ 2-3 ആഴ്ച ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. ഇന്നലെ പ്രസംഗിച്ചിട്ടുണ്ട്, മിഞ്ഞാന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഇന്ന് മഗ്‌രിബ് മുതൽ ഇതാ 12 മണി വരെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഡിമാൻഡില്ല. ഞാനത് വാങ്ങിക്കോട്ടെ, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡിമാൻഡ് ഇന്നതാണ്. അപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നല്ലെങ്കിൽ ശബ്ദം നാളെ ഉണ്ടാവില്ല. മറ്റന്നാൾ വലിയൊരു പരിപാടി, നമ്മുടെ സ്ഥാപനം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി മാലിക് ദിനാറിൽ വരുന്നുണ്ട് 27-ാം തീയതി. പരിപാടി ഞാനേ ഉള്ളൂ പ്രസംഗിക്കാൻ. അപ്പൊ അവിടേക്ക് പ്രസംഗത്തിന് സൗണ്ട് ഇല്ലെങ്കിൽ അവർ ചെലവഴിച്ച ഈ ചെലവും അവർ എല്ലാം നഷ്ടത്തിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷണിക്കാൻ നമ്മുടെ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇമാമ സംഘടിപ്പിക്കുന്ന ഒരു പ്രൗഢമായ ഒരു പരിപാടിയാണ്. 27-ാം തീയതി വെള്ളിയാഴ്ച മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മക്കാമിൽ സിയാറത്ത് ചെയ്ത് അവിടെയുള്ള മുസ്ലിം ഗ്രൗണ്ടിൽ വളരെ വിപുലമായി നടത്താം. നിങ്ങളൊക്കെ വരണം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള വളരെ വിശാലമായ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു ദുആ ചെയ്യാൻ ഉത്തരം നൽകുന്ന ഒരു ദുആ നൽകിയിട്ടുണ്ട്. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥന ദുആ ചെയ്താൽ ഉടനെ തന്നെ അല്ലാഹു ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. ഉടനെ ഉത്തരം ചോദിച്ചാൽ മതി, ഉത്തരം നൽകാമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. പക്ഷേ എനിക്കും അങ്ങനെ ഒരു ദുആ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഞാൻ ആ ദുആഇനെ ദുനിയാവിൽ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കണമായിരുന്നു എവിടെ? ചെറുപ്പക്കാരാ, കേൾക്കണം ഇത്. മക്കക്കാരായ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും അടിക്കുകയും അല്ലാഹുവിന്റെ ഹബീബിനെ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ ആകെ താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഇനി ഒന്ന് സംരക്ഷിക്കാൻ, താങ്ങും തണലുമായി നിൽക്കാൻ ഒരാളില്ലാതെ വളരെ പ്രയാസപ്പെടുമ്പോഴാണ് നബി തങ്ങൾ തന്റെ കുടുംബക്കാരായ ത്വായിഫിലേക്ക് കടന്നു പോകുന്നത്. ഒരുപാട് കുടുംബക്കാര് താമസിക്കുന്ന ത്വായിഫിലേക്ക് കടന്നു പോകുന്നത്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ഒരു ദൈവമില്ല എന്നും മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും പറഞ്ഞു. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അല്ലാഹു ഏകനായ ഇലാഹാണ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല. അല്ലാഹു ഏകനായ ദൈവമാണ്. നിങ്ങളുടെ ലാത്തയോ നിങ്ങളുടെ ഹുസ്സയോ നിങ്ങളുടെ മനാത്തയോ നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. അല്ലാഹുവാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. അല്ലാഹുവാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെതിരെ ക്രൂരമായ ആക്ഷേപങ്ങൾ എറിഞ്ഞുവിട്ട ആളുകൾ, ഹബീബിനെതിരെ കല്ലെറിഞ്ഞവർ, ഹബീബിനെ ആക്ഷേപിച്ചവർ, ഹബീബിനെ ചീത്ത വിളിച്ചവർ, ഹബീബിനെ മർദ്ദിച്ചവർ, നടക്കാൻ കഴിയാതെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിന്റെ മണലാരുണ്യത്തിലൂടെ മുടന്തി നടന്നിട്ട് ഹബീബ് താഴെ വീഴുകയാണ്. ആരാണ് ഈ താഴെ വീഴുന്നത്? ദീനുൽ ഇസ്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വ്യഭിചരിക്കരുത്, ഹറാമ് കാണരുത്, ഹറാമ് ചെയ്യരുത്, ഹറാമ് തിന്നരുത്, കുടുംബബന്ധം വിച്ഛേദിക്കരുത്, കൊലപാതകങ്ങൾ നടത്തരുത്, അയൽവാസിയെ വേദനിപ്പിക്കരുത്. ഇതല്ലേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം? ഇതാണല്ലോ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾ ഇന്നും ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഇതാണല്ലോ. ഒരാളെയും അവിഹിതമായി ഒരാളുടെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല, ഒരാളെയും ആക്രമിക്കാൻ പാടില്ല, മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയാൻ പാടില്ല, മറ്റൊരാളെ കുറിച്ച് ആരോപണം പറയാൻ പാടില്ല, ഒരാളുടെ രക്തവും ചിന്താൻ പാടില്ല, ഒരു ദിർഹം പോലും മോഷ്ടിക്കാൻ പാടില്ല. ഇങ്ങനെ മനോഹരമായ ആശയം സമുദായത്തിന്റെ